നവംബർ 27 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: റീസിലെ വിശുദ്ധ മാക്സിമുസ്, വിശുദ്ധ ഹിറാനാർക്കുസ്, വിശുദ്ധ അക്കാരിയൂസ്, വിശുദ്ധ ബിൽഹിൽഡ്. റീസിലെ വിശുദ്ധ മാക്സിമുസ് ഫ്രാൻസിലെ പ്രൊവിൻസിലെ ഡീകോമറിലാണ് വിശുദ്ധ മാക്സിമുസ് ജനിച്ചത്. ക്രിസ്തീയ മാതാപിതാക്കന്മാർ ശിശുവിനെ ജ്ഞാനസ്നാനപ്പെടുത്തി ദൈവസ്നേഹത്തിൽ വളർത്തിക്കൊണ്ടുവന്നു. ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചും ആശാപാശങ്ങളെ നിയന്ത്രിച്ചും അഗാധമായ എളിമ അഭ്യസിച്ചും മാക്സിമുസ് എല്ലാവർക്കും ഉത്തമ മാതൃക നൽകിക്കൊണ്ടിരുന്നു. സുന്ദരനും മധുരപ്രകൃതിയുമായ യുവാവ് വഴിതെറ്റാൻ ഇടയുണ്ടായിരുന്നെങ്കിലും അവൻ പിതൃഭവനത്തിൽ പ്രാർത്ഥനയിലും സുഹൃത അഭ്യാസങ്ങളിലും പഠനത്തിലും മുഴുകി ഒരു വിപ്രവാസിയെപ്പോലെ അപരിചിതരാൽ ആവർത്തനെന്ന പോലെ ഏകാന്തനായിട്ടാണ് ജീവിച്ചത്. അവസാനം ലോകത്തോട് തന്നെ ബന്ധിക്കുന്ന ശൃംഖല അവൻ വിച്ഛേദിച്ചു. തൻ്റെ സമ്പത്തെല്ലാം ദരിദ്രർക്ക് ദാനം ചെയ്തുകൊണ്ട് അവൻ ലെറിൻ ആശ്രമത്തിൽ ചേർന്നു. 426 ആശ്രമസ്ഥാപകൻ ആൾസിലെ ആർച്ച് ബിഷപ്പായി ഉയർത്തപ്പെട്ടു. അപ്പോൾ മാക്സിമുസ് ലെറിൻസ് ആശ്രമത്തിലെ ആബട്ടായി. അതോടെ ആശ്രമാംഗങ്ങളിലെല്ലാം ഒരു പ്രത്യേക പ്രസന്നത പ്രത്യക്ഷമായി. അനുസരണ ഏവർക്കും മധുരമായി തോന്നി. ലെറിൻസിലെ മെത്രാൻ സ്ഥാനം ഒഴിവായപ്പോൾ തന്നെ നിയമിക്കാതിരിക്കാനായി മാക്സിമുസ് രഹസ്യമായി പലായനം ചെയ്തു. പിന്നീട് അദ്ദേഹം തിരികെ വന്നു. 433 റീസ് രൂപതയ്ക്ക് ഒരു മെത്രാനെ ആവശ്യമായപ്പോൾ ആബട്ട് മാക്സിമുസ് വീണ്ടും ഒളിച്ചുപോയെങ്കിലും അദ്ദേഹത്തെ കണ്ടുപിടിച്ച് മെത്രാനായി അഭിഷേചിച്ചു. മെത്രാനായിരുന്നപ്പോഴും ആശ്രമ നിയമങ്ങൾ തന്നെ അനുഷ്ഠിച്ചു പോന്നു. 439 റീംസിലെയും 441 ഓറഞ്ചിലെയും 454 ആൾസിലെയും സുന്നകദോസുകളിൽ അദ്ദേഹം പങ്കെടുത്തു. 460 നവംബർ 27 അദ്ദേഹം നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. ഏകാന്തവും എളിമയുമുള്ള ജീവിതം നയിച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്തി വിശുദ്ധനാക്കപ്പെട്ട റീസിലെ വിശുദ്ധ മാക്സിമുസെ, ലോകത്തിലുള്ള എല്ലാ വഴിതെറ്റിപ്പോകുന്ന കുഞ്ഞുങ്ങളെയും നേരായ മാർഗത്തിൽ കൊണ്ടുവരുവാനും നല്ലൊരു ജീവിതം നയിക്കുവാനും അവരെ പ്രാപ്തരാക്കുവാൻ വേണ്ടി പിതാവായ ദൈവത്തോട് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.